വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദുമാരെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നതിൻ്റെ ഉദ്ദേശം എന്നുള്ളത് സമസ്ത നവോത്ഥാനത്തിൻ്റെ നൂറ്റാണ്ട് എന്ന വിഷയത്തെക്കുറിച്ച് അല്പം സംസാരിക്കാനാണ്. അതിന് തൗഫീഖ് നൽകിയ അള്ളാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ. പ്രിയമുള്ളവരെ, ഇസ്ലാമിക മതവിദ്യാഭ്യാസത്തിൻ്റെ പതിറ്റാണ്ടുകളായി വെളിച്ചമായി നിലകൊണ്ടതും കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ മതസാംസ്കാരിക സാമൂഹിക ആവശ്യങ്ങൾക്കുമായി നിലകൊണ്ടതുമായ ഉദ്യോഗപരമായ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. 1926 സംസ്ഥാനം വീതം മൂലം വിഘടിച്ച നിലയിലായിരുന്ന ഇസ്ലാമിക മതവിദ്യാഭ്യാസത്തിനും മതനേതൃത്വത്തിനും കൃത്യമായ ദിശ കാണിക്കേണ്ട സാഹചര്യത്തിലായിരുന്നു സമസ്ത കേരള രൂപീകരിക്കപ്പെട്ടത്. വിദ്യാഭ്യാസം, ജനശ്രദ്ധ, ദൗത്യം, പരിപാലനം തുടങ്ങി അനേകം മേഖലകളിൽ സമസ്ത ഇന്നും ജനങ്ങൾക്ക് ഉത്സാഹം നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് വേണ്ടി സമസ്ത ചെയ്തു കൊടുത്ത ഏറ്റവും വലിയ സംഭാവന എന്നുള്ളത് ഒരു വരിയിൽ മുന്നോട്ട് പോകുന്ന നേതൃത്വമാണ്. ഉസ്താദന്മാരുടെ നിസ്വാർത്ഥമായ സമർപ്പണം. ഒരുപാട് ദീനീ സ്ഥാപനങ്ങൾ, ദാറുൽ ഹുദ പോലെയുള്ള ആധുനിക സ്ഥാപനങ്ങൾ ഈ നവോത്ഥാനത്തിന്റെ വെല്ലുവിളികളാകുന്നു. പ്രിയമുള്ളവരെ, ദാറുൽ ഹുദ എന്നുള്ളത് സമസ്തയുടെ പാഠ്യപദ്ധതി പ്രകാരം 3000-ഓളം വരുന്ന മക്തബകൾ ഉണ്ടാക്കി സമസ്തക്ക് ദേശീയ ശ്രദ്ധ നേടിക്കൊടുത്തിട്ടുണ്ട്. പ്രിയമുള്ളവരെ, മക്കയും മദീനയും ബസറയും കൂഫയും ബാഗ്ദാദും അടങ്ങുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക കേന്ദ്രങ്ങളിലെ വിചക്ഷണന്മാർക്ക് മുമ്പിൽ ഇന്ത്യ എന്ന മതേതര രാജ്യത്തിലെ കൊച്ചു പരിമിതിക്കുള്ളിലുള്ള കേരള എന്ന കൊച്ചു തുരുത്തിലെ സമസ്ത നടപ്പാക്കിയ വൈജ്ഞാനിക വിപ്ലവങ്ങളെ കുറിച്ച് വാചാലരാകുമ്പോൾ അവർ അത്ഭുതത്തോടെ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. നിങ്ങൾക്ക് മദ്രസകളുടെ എണ്ണത്തിലോ വൈജ്ഞാനിക സംഭവങ്ങളിലോ എന്തെങ്കിലും എണ്ണം വെച്ചിട്ടുണ്ടാകും. എങ്ങനെയാണ് ഒരേ സ്ഥാപനത്തിലെ ഒരേ വിദ്യാർത്ഥികൾക്ക് ഇസ്ലാമിക അടിസ്ഥാന ശാസ്ത്രവും ഭൗതിക ശാസ്ത്രവും പഠിപ്പിക്കുക എന്നുള്ളത്? എങ്ങനെയാണ് തഫ്സീറും ഹദീസിനോടൊപ്പം സാമ്പത്തിക ശാസ്ത്രവും സയൻസും ഒത്തുപോവുക എന്നുള്ളത്? 20-ാം നൂറ്റാണ്ടിൽ സമസ്ത തുടങ്ങിയ മദ്രസ പ്രസ്ഥാനം കേവല മദ്രസ കൊണ്ട് അവസാനിക്കാതെ പടിപടിയായി വളർന്ന് ഐക്യരാഷ്ട്രസഭയുടെ അകത്തളങ്ങളിൽ മലബാരി തലയെക്കെട്ടുകാരുടെ ശബ്ദം മുഴങ്ങുന്ന നിലക്ക് എത്തിയത് സമസ്ത നടപ്പാക്കിയ വൈജ്ഞാനിക വിപ്ലവങ്ങളുടെ നായികക്കല്ല് തന്നെയാണ്. പ്രിയമുള്ളവരെ, സമസ്ത എന്നുള്ളത് 100 കൊല്ലം മുമ്പ് രൂപകൃത്യമായതുകൊണ്ടാണ് ഇന്ന് നമ്മൾ കൈരളി മുസ്ലിം ദീനി ബോധമുള്ളവരായി മാറിയത്. നേരെ മറിച്ച് വടക്കൻ ഇന്ത്യയിലേക്ക് നോക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് ജനങ്ങൾക്ക് നേരാവണ്ണം ഫാത്തിഹ പോലും ഓതാൻ അറിയാത്ത അവസ്ഥയാണ്. പ്രിയമുള്ളവരെ, സമസ്ത എന്നുള്ളത് കേവലം വിദ്യാഭ്യാസ പ്രസ്ഥാനം മാത്രമല്ല, മുസ്ലിം സമൂഹത്തിൻ്റെ വിശ്വാസത്തിന് വേണ്ടി കാവൽ നിൽക്കാനും അവർ മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, വിശപ്പിന്റെ മറവിൽ മതം കടത്താനായി മിഷനറി വന്നപ്പോൾ ഒരു കയ്യിൽ സുറിയാനി ബൈബിളും മറു കയ്യിൽ ഇംഗ്ലീഷ് ബൈബിളും പിടിച്ചുകൊണ്ട് ശൈഖുനാ ശംസുൽ ഉലമ കുരിശുവാദക്കാരെ ആട്ടിയോടിച്ചത്. അതുകൊണ്ടാണ് തൊട്ടാൽ പൊട്ടുമായിരുന്ന ത്വരീഖത്ത് നിലപാടുകളിൽ മുഖം നോക്കാതെ നിലപാട് പറഞ്ഞത്. ഒരു കാര്യം ഉറപ്പാണ്, ഇത് സ്വാദിഖ്യങ്ങളുടെ പ്രസ്ഥാനമാണ്. തീർച്ചയായും അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ, ഖൂലൂ മഅ സ്വാദിഖീൻ എന്ന്. അതുപോലെ ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ ഞങ്ങൾ മരണം വരെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ പിന്നൊരു കാര്യം കൂടി ഉറപ്പാണ്. പ്രവാചകൻ പറഞ്ഞ 4 കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും. ഒന്നാമത്തേതായി ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുസ്തഹിബൻ ഔ മുസ്തമിയൻ എന്ന് പറയുന്ന 4 കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തെ ഉൾക്കൊള്ളാൻ പറ്റും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗത്തെ നിർത്തുകയാണ്. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.